നമസ്കാരം. തായ്വാനെ ചൈനീസ് പട പിടിച്ചെടുത്തു. ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന യുദ്ധമായിരിക്കും. ആ രാജ്യത്തെ പിണക്കിയാൽ ലോകം തീർന്നുവെന്ന് കരുതിയാൽ അത്തരത്തിൽ ചിന്തിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിയിരിക്കുന്നു എന്ന മുന്നറിയിപ്പുമായിട്ട് എത്തിയിരിക്കുന്നത് തായ്വാന്റെ പ്രസിഡന്റായിട്ടുള്ള ലായ് ചിങ്തെയാണ്. മനസ്സ് നിറച്ച് ദുരൂഹമായ പല മോഹങ്ങളും കൊണ്ട് നടക്കുന്ന അയൽ രാജ്യമാണ് അത് എന്നും ഒരു യുദ്ധം തുടങ്ങിയാൽ ട്രംപിന്റെ വരെ ഉറക്കം നഷ്ടപ്പെടുമെന്നത് ഉറപ്പാണ് എന്നും പറയുന്നത് തായ്വാൻ പ്രസിഡന്റാണ്. ആ രാജ്യം ഏതാണെന്നല്ലേ? ആ രാജ്യം ചൈനയാണ്. ചൈനയുടെ അടുത്ത ലക്ഷ്യം എന്ത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യാകുലപ്പെടുകയാണ് തായ്വാൻ പ്രസിഡന്റ്. തായ്വാൻ പിടിച്ചടക്കിയാൽ ചൈനയുടെ വിപുലീകരണ മോഹങ്ങൾ അവിടെ അവസാനിക്കില്ല എന്നും ജപ്പാനും ഫിലിപ്പീൻസുമായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യങ്ങളെന്നും തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ്തെ മുന്നറിയിപ്പ് നൽകുന്നു. തായ്വാന്റെ പതനം ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനത്തെയും അന്താരാഷ്ട്രാക്രമണത്തെയും തകർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പറയുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രതിഫലനങ്ങൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും വ്യാപിക്കുമെന്നും ലായ് ചിങ്തെ പറയുന്നു. ജപ്പാൻ മുതൽ ഫിലിപ്പീൻസ് വരെ നീളുന്ന ഏഷ്യ പസഫിക് മേഖലയിലെ തായ്വാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം പ്രാദേശിക സുരക്ഷയ്ക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിനും നിർണായകമാണ്. ചൈനയ്ക്ക് ജപ്പാനുമായിട്ടും ഫിലിപ്പീൻസുമായിട്ടും നിലവിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തർക്കങ്ങളുണ്ട്. ആഗോള ഷിപ്പിങ്ങിനുള്ള പ്രധാന പാതയായിട്ടുള്ള തായ്വാൻ കടലെടുക്കിന്റെ പ്രാധാന്യം കൂടി ചൂണ്ടിക്കാട്ടിയാണ് തായ്വാൻ പ്രസിഡന്റ് ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ചൈന ഇപ്പോൾ തായ്വാനെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ്. ആ പദ്ധതി ആവിഷ്കരിച്ച് പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ട്രംപ് നടപ്പിലാക്കുന്ന സമാനമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗ്രീൻലാൻഡിനെ പിടിച്ചടക്കാൻ നടത്തുന്ന ശ്രമം, അതിനു മുമ്പ് വെനസ്വേലയിലെ മഡൂറയെ പിടിച്ചടക്കാൻ നടത്തിയ ശ്രമം, ഇതൊക്കെ അതിന്റെ ചില ഉദാഹരണങ്ങളാണ്. ഒപ്പം അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതാണ് ഷീ ജിൻപിങ്ങിന്റെ ചൈനയിൽ നിന്നും വരുന്ന ഈ വാർത്തകൾ. അപ്പോൾ തായ്വാൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ പിടിച്ചെടുക്കുവാനുള്ള ചൈനീസ് പദ്ധതി അത് ആസന്നമായി കൊണ്ടിരിക്കുന്നു എന്ന ആശങ്കകൾ ആക്കം കൂട്ടിക്കൊണ്ട് സമീപകാലത്തായിട്ട് തായ്വാന്റെ സമുദ്രാതിർത്തിയും വ്യോമാതിർത്തിയും ഒക്കെ ചൈനീസ് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും തുടർച്ചയായിട്ട് ലംഘിക്കുകയാണ്. ചൈനയുടെ ഇത്തരം പ്രകോപനങ്ങൾക്ക് പിന്നാലെയാണ് ലായ് ചിങ്തെ ചൈനീസ് വിപുലീകരണ മോഹങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനയുടെ സൈനിക ഭീഷണിയെ നേരിടാൻ തായ്വാൻ തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ്. $40 ബില്യൺ അധിക പ്രതിരോധ ഫണ്ടിങ്ങിന് പാർലമെന്റ് അംഗീകാരം നൽകുമെന്നാണ് പ്രസിഡന്റ് ലായ് ചിങ്തെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരിക്കുന്നത്. 2030 പ്രതിരോധ ചിലവ് GDPയുടെ 5% ഉയർത്തുവാനാണ് തായ്വാൻ ലക്ഷ്യമിടുന്നത്. അമേരിക്ക തങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതേസമയം തായ്വാൻ പ്രസിഡന്റിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ ചൈനീസ് വെബ്സൈറ്റ് ആയിട്ടുള്ള സോഹുവിൽ നിന്ന് മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലെ വിവരങ്ങൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ചൈന വരും വർഷങ്ങളിൽ ലക്ഷ്യമിടുന്ന 6 പ്രധാന യുദ്ധങ്ങളെക്കുറിച്ചാണ് ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നത്. തായ്വാന്റെ ഏകീകരണമാണ് സമാധാനപരമായോ അല്ലാതെയോ ചൈന ഇതിൽ ആദ്യമായി ലക്ഷ്യമിടുന്നത്. അപ്പോൾ ചൈന തായ്വാനെ പിടിച്ചടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തായ്വാന്റെ മോഹങ്ങളെ തകർക്കുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല. കാരണം തായ്വാനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചൈനയെ വീണ്ടും വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഷീ ജിൻപിങ് ഓടിയെത്തുന്നു. ചൈനയുടെ അധിനിവേശ മോഹങ്ങൾ തായ്വാനിൽ അവസാനിക്കില്ല എന്ന് കൂടി പറയട്ടെ. തായ്വാൻ വീണാൽ അല്ലെങ്കിൽ തായ്വാനെ പിടിച്ചടക്കിയാൽ, തായ്വാനിൽ ബോംബ് വർഷം നടത്തി അതിനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും അന്താരാഷ്ട്രാക്രമവും തകരും. ജപ്പാൻ, ഫിലിപ്പീൻസ് എന്നിവയ്ക്ക് പുറമെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയിലും യൂറോപ്പിലും വരെ എത്തുമെന്നാണ് തായ്വാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്റെ സൈനിക ജനറൽമാരെ കൂട്ടത്തോടെ പുറത്താക്കുന്ന നടപടിയെ ലായ് ചിങ്തെ അസാധാരണമായ സാഹചര്യമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത് തായ്വാൻ അധിനിവേശ പദ്ധതികളെ ബാധിക്കുകയും ചെയ്യും. എങ്കിലും രാജ്യം എപ്പോഴും ജാഗ്രതയോടുകൂടി ആയിരിക്കണമെന്നും ചൈനീസ് കടന്നുകയറ്റത്തെ പ്രതിരോധിക്കുവാൻ തായ്വാൻ പാർലമെന്റ് $40 ബില്യൺ അധിക ബജറ്റുടൻ അംഗീകരിക്കുമെന്നൊക്കെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്: ചൈന കടന്നു കയറുക തന്നെ ചെയ്യും. അമേരിക്കയിൽ നിന്നുള്ള അത്യാധുനിക ആയുധങ്ങൾ വാങ്ങാനാണ് ഇപ്പോൾ $40 ബില്യൺ അധിക ബജറ്റ് ഉപയോഗിക്കുന്നത് എന്നും അത് അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുമെന്നൊക്കെ തായ്വാൻ പ്രസിഡന്റ് പറയുമ്പോഴും ട്രംപ് ഷീ ജിൻപിങ് കൂടിക്കാഴ്ച തായ്വാന്റെ നിലവിലെ സ്ഥിതി നിലനിർത്താൻ സഹായിക്കുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സാധ്യമല്ലാത്ത മറ്റൊരു കാര്യമാണത്. കാരണം ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി തായ്വാനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളത് ഒരിക്കലും ട്രംപ് എന്ന് പറയപ്പെടുന്ന ഒരു അധികാരിയുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകില്ല. പകരം അമേരിക്കയിൽ മറ്റൊരു പ്രസിഡന്റ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ, അങ്ങനെ ട്രംപിന് പകരം മറ്റൊരു നേതാവായിരുന്നുവെങ്കിൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമായിരുന്നു. അതിൽ ചിലപ്പോൾ തായ്വാനെ രക്ഷിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ട്രംപ് ആയതുകൊണ്ട് അത് നടപ്പിലാകുവാനുള്ള സാധ്യതയില്ല. ഇവിടെ പറയുന്നുണ്ട്, ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ചും തായ്വാനെ കൂട്ടിച്ചേർക്കുമെന്ന് ചൈന ആവർത്തിക്കുകയാണ്.
സമീപകാലത്ത് തായ്വാന് ചുറ്റും ചൈന സൈനികാഭ്യാസം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഫിലിപ്പീൻസുമായിട്ടും ജപ്പാനുമായിട്ടും ചൈന നിലവിൽ സമുദ്ര അതിർത്തി തർക്കങ്ങളുണ്ട്. ഇതൊക്കെ മേഖലയിൽ വലിയ ആശങ്ക ഉളവാക്കുന്നതാണ്. അതായത് ജപ്പാനെയോ അല്ലെങ്കിൽ ഫിലിപ്പീൻസിനെയോ തായ്വാനെ പിടിച്ചടക്കിയതിനു ശേഷം പിടിച്ചടക്കുവാനുള്ള സാധ്യതകളിലേക്ക് ചൈന ചെല്ലും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആശങ്കകൾ സ്വാഭാവികമായിട്ടും ആ മേഖലകളിലുണ്ട്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നമുക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വെനസ്വേലയിലെ വാർത്തകൾ കേൾക്കുമ്പോൾ, അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള മറ്റൊരു വശമാണ് ഇപ്പോൾ തായ്വാന്റെ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ചൈന അങ്ങനെ തായ്വാനെ മാത്രമല്ല ജപ്പാനെയും ഫിലിപ്പീൻസിനും വരെ നോട്ടമിടുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇവരെ എല്ലാം പിടിച്ചടക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഷീ ജിൻപിങ് കൂടി എത്തുകയാണെങ്കിൽ ലോകം അഭിമുഖീകരിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ആശങ്കാജനകമായിട്ടുള്ള ദിനങ്ങളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തായ്വാൻ പ്രസിഡന്റിന്റെ തുറന്നു പറച്ചിലുകൾക്ക് പിന്നാലെ ചൈനീസ് വെബ്സൈറ്റായ സോഹുവിൽ മുൻപ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിലെ വിവരങ്ങൾ തുടർച്ചയായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ ചൈന ഇഷ്ടപ്പെടുന്ന 6 പ്രധാന യുദ്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഈ തായ്വാനെ സ്വന്തമാക്കുക എന്നതാണ് ആദ്യം പറയുന്നത്. ദക്ഷിണ ചൈന കടലിലെ ദ്വീപുകൾ പിടിച്ചെടുക്കാനുള്ള ചൈനയുടെ നീക്കം നടത്താൻ പോകുന്നു. മാത്രമല്ല ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് പിടിച്ചെടുക്കുന്നതിനുള്ള പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ശ്രമം നടത്താൻ പോകുന്നു. അതുപോലെ തന്നെ ജപ്പാന്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകൾ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കും. തുടർന്ന് മംഗോളിയയെ ചൈനയുടെ ഭാഗമാക്കുവാനുള്ള സൈനിക നീക്കം നടത്തും എന്നെല്ലാമാണ് സോഹുവിലെ റിപ്പോർട്ടുകൾ എന്ന് പറയപ്പെടുന്നത്. ഇന്ത്യക്കും അതിനകത്ത് ചിലത് ഇതുപോലെ ഭയപ്പെടേണ്ടതുണ്ട് എന്നതാണ്. കാരണം ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അരുണാചൽ പ്രദേശിനെ പിടിച്ചെടുക്കുവാനുള്ള വലിയൊരു ശ്രമം അത് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് കൂടി ചൈന നടത്താൻ പോകുന്നു. അങ്ങനെ 6ഓളം യുദ്ധങ്ങൾ ഉടൻ തന്നെ തായ്വാനെ സ്വന്തമാക്കുക, ചൈന കടലിടുക്കിലെ ദ്വീപുകൾ, അതായത് ദക്ഷിണ ചൈന കടലിടുക്കിലെ ദ്വീപുകൾ പിടിച്ചടക്കുക, അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പിടിച്ചടക്കുക, കൂടാതെ ജപ്പാന്റെ നേതൃത്വ ദ്വീപുകൾ പിടിച്ചെടുക്കുക, മംഗോളിയയെ ചൈനയുടെ ഭാഗമാക്കുവാനുള്ള സൈനിക നീക്കം നടത്തുക, ഇതൊക്കെയാണ് ചൈനയുടെ തീരുമാനങ്ങൾ എന്ന് പറയപ്പെടുന്നത്. 2030 മുതൽ 2060 വരെയുള്ള കാലത്ത് ചൈന ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തായ്വാനെ ചൈനീസ് പട പിടിച്ചെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ചൈനീസ് പടയുടെ നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തായ്വാനെ പിടിച്ചെടുക്കൽ മാത്രമല്ല, ഒപ്പം ജപ്പാനെയും ഫിലിപ്പീൻസിനെയും കൂടി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടാകും. അത് പക്ഷേ ട്രംപിന്റെ ഉറക്കം കെടുത്തുന്ന യുദ്ധങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അമേരിക്കയിലെ ട്രംപിനെ പോലൊരു യുദ്ധക്കൊതിയൻ ഇത് ആഗ്രഹിക്കുന്നുണ്ടോ? ചൈന ചെയ്യാൻ പോകുന്ന 6ഓളം വരുന്ന യുദ്ധങ്ങൾ ഇനിയും നടക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുമ്പോൾ അത്തരത്തിലുള്ള യുദ്ധങ്ങൾ ട്രംപിന്റെ ഉറക്കം കെടുത്തുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ട്രംപിനെ അടക്കം ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക്, അമേരിക്കയെ വരെ ഏതെങ്കിലും കാലഘട്ടത്തിൽ തായ്വാനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തോടോ ചേർന്ന് നിന്നുകൊണ്ട് ചൈനയ്ക്കെതിരെ ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിക്കാതിരിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ട്രംപ് അങ്ങനെയാണ്, ട്രംപ് ഒരു യുദ്ധക്കൊതിയനാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് ചിലപ്പോൾ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചാൽ പിന്നെ ഈ ചൈനയുടെ യുദ്ധം എന്ന് പറയപ്പെടുന്ന അമേരിക്കയ്ക്കെതിരെയായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ആശങ്ക ഉളവാക്കുന്ന തരത്തിലേക്കുള്ള ഒരു ദിവസങ്ങളാണോ വരുന്നത് എന്നതിനെ കുറിച്ച് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. കാരണം ചൈന അത്തരത്തിലുള്ള യുദ്ധ വെറി പൂണ്ട് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ലോകത്ത് വലിയ യുദ്ധത്തിനുള്ള സാധ്യതകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല.